നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ 10 വർഷം തകർത്തങ്ങ് അർമാദിച്ചല്ലോ. ആഡംബര ജീവിതം, ആഡംബര യാത്രകൾ. ഈ 10 വർഷം കൊണ്ട് ഭാര്യ, മക്കള്, കൊച്ചുമക്കള്, എല്ലാവരും 17 വിദേശ രാജ്യങ്ങളാണ്. 30 പ്രാവശ്യം. ചില രാജ്യങ്ങൾ 2-3 തവണ. ഇപ്പം അമേരിക്കയിൽ 4 തവണ പോയിട്ടുണ്ട്. ഇതുപോലെ കണക്കൂട്ടി നോക്കുമ്പോൾ ഈ ഇത്രയും രാജ്യങ്ങളിൽ 17 രാജ്യങ്ങളിൽ അദ്ദേഹം 30 തവണ പോയി. ഈ 30 തവണ പോയിട്ടും പല രാജ്യങ്ങളിൽ പോയിട്ട് പോലും 5 പൈസയുടെ പ്രയോജനം കേരള സർക്കാരിന് ഉണ്ടായോ എന്ന് അന്വേഷിച്ചാൽ ഒന്നുമില്ലെന്ന് തന്നെ പറയേണ്ടി വരും. നരേന്ദ്രമോദി പോലും ഇത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകും. മാത്രമല്ല, നരേന്ദ്രമോദി ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ പോയി ആ രാജ്യം ആ സെക്കൻഡ് MOU ഒപ്പിട്ടായിരിക്കും കൊണ്ട് വരുന്നത്. എല്ലാ രാജ്യത്ത് പോകുമ്പോഴും ഇന്ത്യക്ക് കോടിക്കണക്കിന് രൂപയുടെ നേട്ടം ഉണ്ടാവും. മാത്രമല്ല, നമ്മൾ അയൽ സംസ്ഥാനമായിരുന്ന തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പോകുമ്പോഴും സ്റ്റാലിൻ അവിടെ പോയി കൃത്യമായി തമിഴ്നാട്ടിൽ കിട്ടാനുള്ള സകല സാധനവും ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് തന്നെയായിരിക്കും കൊണ്ട് വരുന്നത്. ഇദ്ദേഹം നമ്മുടെ നികുതി പണം എടുത്തു ഭാര്യയും മക്കളെയൊക്കെ കൂട്ടി ടൂർ പോകും. അത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈ സംഭവിച്ചുകൊണ്ടിരുന്ന ഇതിനകത്ത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഇതിനകത്ത് ചെലവായി ഇല്ലേ? കോടികൾ. അതിന് ഒരാൾ വിവരാവകാശ പ്രകാരം ചോദ്യം ചോദിച്ചപ്പോൾ അതിന് നമ്മുടെ നാട്ടിൽ പൊതുഭരണ വകുപ്പ് നൽകിയ മറുപടിയിൽ 8 സന്ദർശനങ്ങളെ മാത്രം കണക്കേ കൊടുത്തിട്ടുള്ളൂ. ഇത് 3/4 കോടിയാണ്. 3/4 കോടിയാണ്. ഇനി ബാക്കി എത്ര? 8 എണ്ണമല്ലേ ആയിട്ടുള്ളൂ. ബാക്കി ഇനി 22 എണ്ണത്തിന്റെ പെൻഡിങ് ഉണ്ട്. 22 പെൻഡിങ് കണക്ക് വന്നിട്ടില്ല. പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയതിന് താമസ ചെലവ് 0 വന്ന അപ്പോൾ അവിടെ വൻകിട മുതലാളിമാരായിരിക്കും അല്ലെങ്കിൽ എന്നാണ് നമ്മൾ സംശയിച്ചത്. ഇന്നലെ ഞാൻ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതേക്കുറിച്ച് പിന്നീട് നമുക്കറിയാവുന്ന ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് നമ്മൾ ചർച്ച ചെയ്തു. കാര്യം സംശയമാണ്, ഇതങ്ങനെ 0 എങ്ങനെ വരും എന്നുള്ള സംശയമാണ്. സംസാരിച്ചപ്പോൾ അതിൻ്റെ കൃത്യമായ മറുപടി കിട്ടി. ആ മറുപടി നമ്മൾ അമ്പരപ്പിക്കുന്നതാണ്. കാരണം അവർ പറഞ്ഞത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പദവിയിലിരിക്കുന്ന ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ എംബസി വരെ അറിയിക്കുക. കേന്ദ്രത്തിൻ്റെ അനുമതി വേണം. എംബസികൾ വരെ അറിയിക്കുന്നു. ഈ എംബസിക്കാരൊന്നും നമ്മളെ റിസീവ് ചെയ്യുന്നു. അവരാണ് നമുക്ക് ഹോട്ടൽ അറേഞ്ച് ചെയ്യുന്നത്. നമുക്ക് പറയുന്ന ഹോട്ടൽ അറേഞ്ച് ചെയ്ത് എന്തിനാ നമുക്ക് SIM കാർഡ് വരെ അവരെടുത്ത് തരും. എടുത്തു തന്ന് നമ്മളെല്ലാ ചിലവും അവർ നോക്കും. നമ്മളെ വണ്ടി എല്ലാ കാര്യവും ഓക്കെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇവർ അതാത് എംബസികൾ കേന്ദ്ര സർക്കാരിനാണ് ഈ ചിലവ് ഇത്ര രൂപ ചിലവായി എന്നുള്ള കണക്ക് കൊടുക്കും. ഈ കണക്ക് പിന്നെ അടുത്ത് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, കേരളത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പദ്ധതി ഉണ്ടല്ലോ, കേന്ദ്രാവിഷ്കൃത പദ്ധതി ഉണ്ടല്ലോ. ഒരു പദ്ധതി വരുമ്പോൾ ഇതങ്ങ് കീഴിക്ക് വിധിയുന്നു. ഇപ്പോൾ കേരളത്തിന് 100 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചെങ്കിൽ അതിലൊരു 10 കോടി രൂപ പിണറായി വിജയൻജിയും കുടുംബവും സംഘങ്ങളും പാരീസ് സന്ദർശിച്ച വേളയിൽ ചിലവായത് എന്ന് പറഞ്ഞ് അവർ ഡിഡക്ട് ചെയ്യും. ഇത് GAD കാണില്ല. അപ്പം നമ്മൾ ഇന്നലെ സംശയിച്ചത് ഇവരെല്ലാം ചെന്ന് മുതലാളിയുടെ വീട്ടിൽ താമസിച്ചെന്നാണ്. മുതലാളിമാരെ വീട്ടിൽ താമസിച്ചാണുമായിരിക്കും. പക്ഷേ ഇവർ പ്രധാനം താമസിച്ചത് നക്ഷത്ര ഹോട്ടലുകളിലാണ്. മാത്രമല്ല, പാരീസിൽ ഇവർ താമസിച്ച ഹോട്ടലിൻ്റെ ഒരു ദിവസത്തെ വാടക 7 ലക്ഷം രൂപയായിരുന്നു എന്നുള്ളത് അന്ന് വാർത്തകൾ വരികയും ചേരുന്നതാണ്. അല്ല, ഒരു മുറിയുടെ ചിലവ്, ഒരു മുറിയുടെ വാടക 7 ലക്ഷമാണെങ്കിൽ ഈ കൂടെ പോയി സംഘങ്ങൾ, പേരക്കുട്ടി, ഭാര്യ, മക്കള്, ഈ കൂടെ പോയി ഗവൺമെൻറ് ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ, കൂടെ ഈ നമ്മളെ പൂച്ചക്കുട്ടി മന്ത്രിയൊക്കെ പോയിരുന്നല്ലോ ചില രാജ്യങ്ങൾ. ഇതുപോലെയൊക്കെയുള്ള ഇവരെല്ലാവർക്കും താമസിച്ചാൽ ഒരു ഒറ്റ ദിവസത്തെ ഹോട്ടൽ ബില്ല് എത്ര കോടി വരും? അപ്പോൾ ഇദ്ദേഹം ഒരു തവണ പോയിട്ട് വരുമ്പോഴത്തേക്കും എത്ര കോടിയാണ് നമ്മൾ അറിയുന്നില്ലല്ലോ. കേന്ദ്ര വിഹിതം തരുന്നില്ല എന്നല്ല പറയേണ്ടത്, കേന്ദ്ര വിഹിതമൊക്കെ തരും, അതിൽ നിന്ന് വെട്ടും ഈ സാധനം. അതാണ് ഈ വെട്ടുന്നത്. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ചെലവെല്ലാം കേന്ദ്രമാണ് വഹിച്ചത്. അതായത് അപ്പൊ എന്ത് സംഭവിക്കും? കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് നടക്കുന്ന ഫണ്ടിനകത്തുനിന്ന് ഈ തുക അങ്ങ് കിഴിക്കും. ഇത്ര രൂപ ഇയാൾ പിണറായി വിജയൻ കുടുംബത്തെയും കൂട്ടി ഉല്ലാസയാത്ര പോയ വകയിൽ എന്ത് കൊണ്ടുവന്നു? റൂം ഫോർ റിവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റ മഴയ്ക്ക് എല്ലാ വീട്ടിലും വെള്ളം എത്താൻ തുടങ്ങി. അതോടെ റൂം ഫോർ റിവർ വല്ല തിരുമലിനും വല്ലോ മറ്റേ സ്പായിലൊക്കെ തിരുമാൻ വേണ്ടി കൊണ്ടുപോയതാവും. അപ്പോൾ എന്താണെങ്കിലും ഈ 8 വിദേശയാത്രയുടെ കണക്ക് വന്നതിൽ തന്നെ പൊതുഭരണ വകുപ്പിന്റെ കയ്യിലുള്ള കണക്ക്, കേരളത്തിന്റെ കണക്കനുസരിച്ച് നമ്മുടെ സംസ്ഥാന ഖജനാവിൽ നിന്ന് പോയതാ 74,59,364 രൂപയാണ് ഈ 8 എണ്ണത്തിനകത്ത് പറഞ്ഞത്. ഇതിൽ 4 യാത്ര US-ലേക്ക് മയോ ക്ലിനിക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. അദ്ദേഹത്തെ ചികിത്സിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ട് വേണം നമ്മളെ മുടിക്കാൻ. അതിനുവേണ്ടിയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. 4 സ്വകാര്യ അമേരിക്ക ബൂർഷയാണ് കേട്ടോ. അതെ, ബൂർഷ രാജ്യത്താണ് പോകാൻ പാടില്ല. അതെ, പിണറായി വിജയന്റെ ഭരണം അട്ടിമറിക്കാൻ പോലും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. 4 സ്വകാര്യ വിദേശ യാത്രകൾ നടത്തി. ഇതിൽ 2018 ജൂലൈയിൽ US-ലേക്ക് പോയ യാത്ര സ്ട്രിക്റ്റ്ലി പേഴ്സണൽ എന്നാണ് പറയുന്നത്. പക്ഷേ 3,82,807 രൂപ വിമാനയാത്രാക്കൂലി അനുവദിച്ചിട്ടുണ്ട്. അദ്ദേഹം പോയ രാജ്യങ്ങളുടെ പേരുകൾ ശ്രദ്ധിക്കുക. കൂടുതലും പോയ US ബൂർഷ രാജ്യങ്ങളാണ് കൂടുതൽ താല്പര്യം. അവിടെ പോയി അവരെ തോൽപ്പിക്കുക. ഈ കമ്മ്യൂണിസ്റ്റിനെ തോൽപ്പിക്കാൻ, മുതലാളിത്തത്തെ തോൽപ്പിക്കാൻ വേണ്ടി മുതലാളിയേക്കാളും വലിയ മുതലാളി ആവുക എന്നുള്ള നയം ഉണ്ടല്ലോ.
US, UAE, ബഹ്റൈൻ, നെതർലാൻഡ്സ്, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ, നോർവേ, ക്യൂബ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്. ചങ്കിലെ ചൈന മാത്രമില്ല. ദാരിദ്ര്യം പിടിച്ച ക്യൂബയുണ്ട്. ക്യൂബ വരെ ഏറ്റവും കുറഞ്ഞ സ്ഥലമായിട്ടുള്ളത് അവിടെ ആയിരിക്കും. അവിടെ ഒന്നുമില്ല. അവിടെ ഒന്ന് കറങ്ങിയിട്ട് പോയി കാണും. പണ്ട് നമ്മുടെ ചിന്താ ജെറോം ക്യൂബയിൽ പോയിട്ട് ഓല 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 എന്ന് പറഞ്ഞ് ഓടുന്നുണ്ടായിരുന്നു. നമ്മൾ ഇവിടുത്തെ ഓർമ്മയില്ലേ, അവിടെ റോഡിൽ വേഷെടുക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ്. അതാണ്. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിൽ പിണറായി വിജയൻ സന്ദർശിച്ചു. നമുക്ക് ആ സലിം കുമാറിന്റെ മീമാണ് ഓർമ്മ വരുന്നത്. എന്തിന് എന്ന് പറഞ്ഞൊരു മീമാണ്. അതാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്തിനാണ് ഇദ്ദേഹം അവിടെ പോയത്? എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനും മക്കൾക്കും കൊച്ചുമക്കൾക്കും സൂഹിക്കുക. ഇതൊന്നും സ്വന്തം കയ്യിലെ കാശല്ല. ഭാര്യ മക്കളെ എന്തായാലും ഈ 10 കൊല്ലം കൊണ്ട് ഈ പിണറായി എന്ന് പറയുന്ന മുഖ്യൻ ഈ നാട്ടുകാരെ എത്രമാത്രം കടക്കണിയിലാഴ്ത്തിയോ എത്രമാത്രം ഇല്ലായ്മ ചെയ്തുവോ അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു. എനിക്ക് തോന്നുന്നത് ഈ ഇപ്പം 8 രാജ്യങ്ങളിൽ പോയ 3/4 കോടി എന്ന് പറയുന്നത് യാത്രാ ചെലവ് മാത്രമായിരിക്കും, ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരിക്കും. അറിയാലോ വിദേശത്ത് എത്ര ചെലവാകുന്നത്. അപ്പോൾ ഈ ഇവർ സുഖിച്ചതിൻ്റെ ഈ 7 ലക്ഷം രൂപ വാടകയുള്ള ഹോട്ടൽ മുറി കഴിഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എത്രയോ ഇരട്ടി കോടിയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. കള്ളപ്പണവും കോഴയും വേറെ അക്കൗണ്ടിലൂടെ മേടിച്ച് പോക്കറ്റിലിട്ടത് കൂടാതാണ് സർക്കാരിൽ നിന്ന് നാട്ടുകാരുടെ പണം എടുത്ത് ഈ പരിപാടി. അതുപോലെ ചികിത്സയ്ക്ക് പോകുന്നത്, ചികിത്സയ്ക്ക് തനിച്ചാണോ പോകുന്നത്? അതെ, അസ്മതലം കുട്ടിയല്ലേ പോകുന്നത്. അതാണ്. അപ്പോൾ ചികിത്സയ്ക്ക് ഇവരവിടെ ചെന്ന് ഈ ആശുപത്രി കിടക്കാൻ പറ്റില്ല, ഇവർ വേറെ ഹോട്ടലിൽ താമസിക്കുള്ളൂ. അതാണ് കൂടെ പോകുന്നവർ. അല്ല, ഇതിനകത്ത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരു സന്ദർശനത്തിന് പോകുന്നു, നമുക്കത് വിഷയമല്ല. അതെ. പക്ഷേ ഈ നാട്ടുകാരെ മൊത്തം കൊണ്ടുപോകുന്നതിൻ്റെ ചിലവ്, ബന്ധുക്കളെയും ഭാര്യയും കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ചിലവ് എന്തിന് ഇവിടെ വഹിക്കണം? അത് സ്വന്തമായിട്ട് വഹിച്ചിട്ട് പോകണം. പേരക്കുട്ടി രാവിലെ എണീറ്റ് ഗൂഗിൾ അടിച്ച് നോക്കും, ഈ രാജ്യം ഞാൻ കണ്ടിട്ടില്ല, നമുക്ക് അടുത്ത അങ്ങോട്ടത്തേക്ക് ഒരു യാത്ര, സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ഫിൻലാൻഡ്, ക്യൂബയിൽ പോകാൻ സാറാണെന്നില്ല. ചൈനയിൽ എന്തുകൊണ്ട് പോയി? ചൈനയിൽ എനിക്കൊന്നും അനുമതി കിട്ടി കാണില്ല പോകാനായിട്ട്, അല്ലെങ്കിൽ അതുകൊണ്ടാവും. എന്താണെങ്കിലും ഇത് പിണറായിയുടെ മാത്രം കണക്കാണ്. ഇനി മന്ത്രിമാർ പോയ വേറെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്തെ കടക്കണിയിലാക്കിയതിലും ഈ പാവപ്പെട്ട കുട്ടികളുടെ രംസംഗ്രാന്റ് മുടക്കിയതിലും ഈ പാവപ്പെട്ടവരുടെ പെൻഷൻ മുടക്കിയതിലും എല്ലാം പിണറായി വിജയൻ്റെ ഈ വിദേശയാത്രകൾ ഒരു വലിയ ഘടകം തന്നെയാണ്. അത് ഇനിയെങ്കിലും നമ്മുടെ സാധാരണക്കാരെ, ഒന്നാം പിണറായി മന്ത്രിസഭ കാലത്ത് നമുക്ക് ഓർമ്മയുണ്ട്, ഇവിടെ എന്താണ് കോവിഡ് ആണോ അതോ വെള്ളപ്പൊക്കോ ദുരന്തം വന്നപ്പോൾ ഇവിടുത്തെ ഒരു മന്ത്രി ജർമ്മനി സൂചിക്കുകയായിരുന്നു. അത് അയാളുടെ വരാൻ പോകുന്ന സമയത്തിന് അയാൾ വരാനും സമ്മതിച്ചു. അവസാനം അയാൾ നിർബന്ധിച്ചാണ് അയാളെങ്കിൽ കൊണ്ടുവന്നത്. അതാണ്, അവിടെയാണ് നമ്മൾ ഇത് കാണേണ്ടത്. ഒറ്റ കാര്യം, അടിമകളായിട്ടുള്ള CPM-കാരോടാണ്. ജനത്തെ ഏറ്റവും കൂടുതൽ കൊള്ളയടിച്ചത് ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ സർക്കാരാണെന്ന് ഓർത്തോണം. ഏറ്റവും വലിയ മുതലാളിത്ത സർക്കാരായിട്ട് ഇത് മാറി, അതൊരു ഏകാധിപത്യ സർക്കാരായിട്ട് മാറി. എന്നിട്ടും നിങ്ങൾ ഈ പിണറായി വിജയനെ എന്തോ വലിയ ദൈവതുല്യനായിട്ടും വലിയ മഹാരാജാവായിട്ടും ഒക്കെ വാഴ്ത്തുന്നു. അയാൾ ഈ കേരളം കുട്ടിച്ചോറാക്കി, ഈ CPM-നെയും കുട്ടിച്ചോറാക്കി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.